ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ജ്ഞാനപീഠ പുരസ്കാരത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ജ്ഞാനപീഠം സാഹിത്യ മേഖലയിലെ സംഭാവനകൾക്ക് എല്ലാ വർഷവും നൽകി വരുന്ന ഒരു പുരസ്കാരമാണ്. നമ്മൾ മലയാളികളായിട്ടുള്ള ഒരുപാട് കവികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കവികൾക്കും നോവലിസ്റ്റുകൾക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതൊരു സെപ്പറേറ്റ് മേഖല തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഡിഗ്രി ലെവൽ സിലബസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകമായിട്ടുള്ളൊരു സിലബസിൻ്റെ ഭാഗം തന്നെ വരുന്നുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് ആയിട്ടാണ് നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു മേഖലയാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഈ ഒരു വർഷം 2025 അവാർഡ് ലഭിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കറണ്ട് അഫെയർ വിഭാഗത്തിൽ നിന്നുള്ളൊരു ക്ലാസ്സാണിത്, ശ്രദ്ധിക്കുക. നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ഈ വർഷം നൽകിയത് 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമായിരുന്നു. അത് ഓർത്തു വെക്കണം. എല്ലാ വർഷവും ഇത് എത്രാമത്തെ പുരസ്കാരമാണ് നൽകുന്നത്? ഇത് 2025 നൽകിയത് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരമായിരുന്നു. അതാണ് നമ്മളുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് ലഭിച്ചത് ആർക്കാണ്? പ്രശസ്ത ഹിന്ദി കവിയും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ല. രണ്ടാമത്തെ പോയിന്റ് ഓർത്തു വെക്കുക. വിനോദ് കുമാർ ശുക്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്കാണ് എന്ത് ചെയ്തത്, ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹം ഹിന്ദി കവിയാണ്, ഭാഷയും ഇമ്പോർട്ടൻ്റ് ആണ്. ഹിന്ദി കവിയാണ്. ആ ഒരു നോവലിസ്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് വിനോദ് കുമാർ ശുക്ലയാണ് ഈ വർഷത്തെ ജേതാവ്. അദ്ദേഹത്തിൻ്റെ ഭാഷ ഹിന്ദിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജനിച്ച രാജ്യം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ആണ്. നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാൻ കാരണം പ്രസ്താവന ചോദ്യങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പ്രസ്താവന വരികയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ജന്മസ്ഥലം എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രസ്താവന തെറ്റാണ്. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ സ്ഥലം അറിയണം. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആയിരുന്നു. ഈ സംസ്ഥാനത്ത് നിന്നും ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഹിന്ദി കവിയായ വിനോദ് കുമാർ ശുക്ലയ്ക്ക്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനം, മൂന്നാമത്തെ പോയിന്റ് ഛത്തീസ്ഗഡ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു സംസ്ഥാനത്തിൽ നിന്നും ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ്. ഈ 4 പോയിന്റുകളും വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളും കൂടെ ഒന്ന് ഓർത്തു വെക്കണം. നൗക്കർ കി കമീസ്, ഇത് പിന്നീട് ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. മണി കൗൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകൻ അതെന്താക്കിയിരുന്നു, ഈ കൃതി, അതായത് നൗക്കർ കി കമീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൃതി സിനിമയാക്കി മാറ്റിയിരുന്നു. ഓർത്തു വെക്കുക. അത് 5ാമത്തെ ഒരു പോയിന്റാണ്. 6ാമത്തെ പോയിന്റ്, ദീവാർ മേം ഏക് ഗിഡ്കി രഹ്തി ഥി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലും കൂടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, രചിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ആ കൃതിക്ക് 1999 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു അവാർഡാണ് സാഹിത്യ മേഖലയിൽ നൽകുന്നത്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. അപ്പോൾ ഇത് 6ാമത്തെ ഒരു പോയിന്റ് ആയിട്ട് ഓർത്തു വെക്കുക. അടുത്തൊരു കവിത എന്ന് പറയുന്നത് സബ് കുച്ച് ഹോന ബച്ചാ രഹേഗെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമ്മൾ വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്തു, വൃത്തിയായിട്ട് പഠിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാവന പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാരുടെ ജീവിതത്തെ ലളിതവും മാന്ത്രികവുമായ ശൈലിയിൽ മാജിക്കൽ റിയലിസം അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രശസ്തനാണ്. ഇദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കൽ റിയലിസം ആണ്. അപ്പോൾ എന്താണ് ഈ മാജിക്കൽ റിയലിസം? ഈ പേര് നിങ്ങൾ എന്തായാലും ഓർത്തു വയ്ക്കണം, കാരണം അത് ഇനി വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അതായത് സാധാരണക്കാരൻ്റെ ജീവിതം കുറച്ചൊരു, നമ്മളെന്താ പറയുക, ഒരു മാന്ത്രികത എന്നൊക്കെ പറയില്ലേ, നമ്മളിപ്പോൾ അടുത്ത ലോക പറഞ്ഞിട്ടുള്ളൊരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ നീലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇതാണ്. എന്നാൽ അതിനെ ശരിക്കുള്ള ലോകവുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു. അത് നടക്കുന്നത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അത് ശരിക്കുള്ളൊരു ജീവിതവും ഇതെന്ന് പറയുന്നത് നമ്മളുടെ സ്വപ്നങ്ങളിൽ മാത്രം, അതായത് നമ്മൾ കേട്ട് കഥകളിൽ മാത്രമുള്ള ഒരു സംഭവം. അതാണ് എന്തെന്ന് പറയുന്നത് ഈ മാജിക്കൽ റിയലിസം എന്നുള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത്, നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. അതിൽ ഈ സാധനം എന്ത് ചെയ്യണം, വാക്ക് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ഇതൊരു കറണ്ട് അഫെയർ ആവാനുള്ള വേറെ ഒരു പ്രധാന കാരണമുണ്ട്. ഇദ്ദേഹം ഈ അടുത്ത് 23/12/2025 എന്തിരുന്നു, അന്തരിച്ചിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. 23/12/2025 ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അന്തരിച്ചു. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അത് എത്രാമത്തെ പോയിന്റാണ്? 5. 6ാമത്തെ പോയിന്റ്, ഇത് 7ാമത്തെ പോയിന്റ്. ഓക്കെ. ഇനി ഇദ്ദേഹത്തിന് ലഭിച്ച മറ്റ് പ്രധാന പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് പെൻ നബോക്കോവ് അവാർഡാണ്. ഇത് അന്താരാഷ്ട്ര സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ എഴുത്തുകാരനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ജ്ഞാനപീഠം ഛത്തീസ്ഗഡിൽ നിന്ന് നേടുന്ന ആദ്യത്തെ വ്യക്തിയും ഈ പെൻ അവാർഡ് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയുമാണ് ആര് എന്ന് പറയുന്നത്, നമ്മളുടെ ഈ ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി ഈ ഒരു അവാർഡ് പുരസ്കാര തുകയും കൂടെ ഓർത്ത് വെക്കുക. ഇതിൻ്റെ പെൻ അവാർഡിൻ്റെ $50,000 ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരത്തിൽ നിന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്നും എന്ത് ചെയ്യും, അത് കിട്ടും.
കാരണം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ മറ്റൊരു കറണ്ട് അഫെയർ വിഭാഗത്തിൽ നിന്നുള്ള ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.